നമ്മളിപ്പോ പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോ എന്താ ഉണ്ടാക്കാൻ പോണ്? പുട്ട്. വീഡിയോ എല്ലാരും ഫുള്ളായിട്ട് കാണണം പറ. വീഡിയോ എല്ലാരും ഫുള്ളായിട്ട് കാണണം. പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. എനിപ്പോ പുട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഗൈസ്. അപ്പം മക്കൾ പറഞ്ഞ നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകട്ടെ. പുട്ടുണ്ടാക്കുന്നത് നമ്മൾ രാവിലത്തെ വെച്ച കുറച്ച് ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ചോറും ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിനു വേണ്ടി ഞാൻ കുറച്ച് ചോറ്, നമുക്കത് ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തർ ഇതനുസരിച്ച് എടുക്കുക. ഇപ്പോൾ 2 കരണ്ടി ചോറെടുത്താൽ കുറച്ച് കൂടുതൽ മാവ് ഇടണം കേട്ടോ. മാവ് ഇടുക, എന്നിട്ട് കുറച്ച് ഉപ്പിടുക, എന്നിട്ട് അത് മിക്സിയിലിട്ടൊന്ന് പൊടിക്കുക. അത്രയേ ഉള്ളൂ. എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ അപ്പം പൊടിയും കുറച്ച് മതി. ചോറിട്ട് നമ്മൾ അടിക്കുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ പൊടി. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ശരിക്കും. ഞാൻ വെറുതെ പറയുന്നതോ തള്ളുന്നതോ അല്ല കേട്ടോ. പഞ്ഞി പോലത്തെ പുട്ട് ശരിക്കും നമുക്ക് പറ്റും ഉണ്ടാക്കാൻ. ഇതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടുണ്ടാക്കും. വെള്ളം വെച്ച് കുഴയ്ക്കുന്നതിനേക്കാട്ടിലും നമ്മൾ ബാലൻസ് വന്ന് ചോറിട്ടിട്ട് പുട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് പുട്ട് ഉണ്ടാക്കണം കേട്ടോ. ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. കുറ്റിപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അതിൻ്റെ പാത്രം ഓട്ടയായിട്ട് വെള്ളം പോവുകയാണ്. അത് കാരണം ഞാനിപ്പോൾ ചിരട്ടപ്പുട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിരട്ടപ്പുട്ടുണ്ടാക്കട്ടെ. പുട്ടുണ്ടാക്കാനൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. തേങ്ങയിടുന്നു, തേങ്ങ ഇട്ടിട്ട് ബാക്കി പൊടി നിറച്ചിട്ട് അടച്ചിട്ട് പുട്ടുണ്ടാക്കുക തന്നെയാണ്. അത് ഞാൻ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. ഞാൻ പുട്ടും ഉണ്ടാക്കുന്നുണ്ട്, അപ്പുറത്ത് ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ അച്ഛൻ പുട്ട് അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കുകയാണ്. ഞങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും പുട്ടും ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയോളം ഇതാ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സോഫ്റ്റായ പുട്ടാണ് കേട്ടോ. എന്താ ഇത്രയേ ഉള്ളൂ. നമ്മൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ ചട്നി എല്ലാവരും കഴിക്കും പുട്ടിൻ്റെ കൂടെ. പ്രത്യേകിച്ച് കടലക്കറി അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നത്. രാത്രിയത്തെ ആയത് കാരണം വെട്ടത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും ഒക്കെ കുറച്ച് കുറവുണ്ടാവും കേട്ടോ. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യല്ല. അത് കാണാൻ ഭയങ്കര ക്ലിയർ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അത് പുട്ടായിട്ടുണ്ട്. ദോശയും ചമ്മന്തിയും പൊടിയുണ്ട്, ഇഡ്ഡലിപ്പൊടിയുണ്ട്. അപ്പോൾ പുട്ടിന് നേരത്തെ പറഞ്ഞ പോലെ പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വീഡിയോ, ചോറ് ബാലൻസ് ഒക്കെ ഉള്ളവർ ഇങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി നോക്കും, സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.